ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു എഡ്യൂപോഡ്. പലപ്പോഴും കുട്ടികളെല്ലാവരും ചോദിക്കാറുള്ള ഒരു കാര്യമാണ്, മിസ്സേ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക, ഏതൊക്കെ ഭാഗത്തു നിന്നാണ് വൺ വേർഡ് ചോദിക്കുക എന്നുള്ളത്. കാരണം ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഏകദേശം അറിയെങ്കിലും കുറച്ച് ബാക്കി പോയിന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാക്കിയുള്ള മാർക്കിനൊക്കെ ഒപ്പിച്ചെഴുതാൻ പറ്റും. പക്ഷെ വൺ വേർഡിന്റെ കാര്യം അങ്ങനെയല്ല അല്ലെ. ശരിയായിട്ടുള്ള ഉത്തരം അറിയില്ലെങ്കിൽ എന്ത് പെട്ടു, ആ ക്വസ്റ്റ്യനിൽ നമ്മൾ പെട്ടു എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ വൺ വേർഡ് എങ്ങനെയാണ് ചോദിക്കുക, ഏതൊക്കെ ഭാഗത്തു നിന്നാണ്, പൊതുവെ മുൻകാല വർഷങ്ങളിലൊക്കെ എങ്ങനെയാണ് ചോദിച്ചിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ PYQ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് വന്നിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് നമുക്ക് ഈ വീഡിയോയിലൂടെയൊക്കെ ഒന്ന് നോക്കി പോവാം. ഉറപ്പായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കാം, ഹു അഡ്വക്കേറ്റഡ് ദ തിയറി ഓഫ് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെ. വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അഥവാ സമൂഹശാസ്ത്ര സങ്കല്പം, മലയാളത്തിൽ നമ്മൾ അതിനെന്തായിരുന്നു പറയുന്നത്, സമൂഹശാസ്ത്ര സങ്കല്പനം അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായ ഭാവന എന്നൊക്കെ ചിലപ്പോൾ മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടേക്കാം. എനിവേ നിങ്ങൾ അത് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അത് സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ തന്നെ അല്ലേന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും കൂടെ ഒന്ന് പരിശോധിച്ചാൽ മതിയാവും. ഓക്കെ, അപ്പൊ ഈ ഒരു ചോദ്യം നമ്മൾ പൊതുവേ വൺ വേർഡ് ആയിട്ട് കാണാറുള്ളതാണ്. അപ്പോൾ ആരാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തേ, ജസ്റ്റ് ഒന്ന് താഴെ നിങ്ങൾ കമന്റ് ചെയ്യുക. ഒന്നാമത്തെ ക്വസ്റ്റിന്റെ ആൻസർ എന്താണെന്നുള്ളത് കമന്റ് ചെയ്ത് നോക്കുക. ഓക്കെ, നിങ്ങൾ കമന്റ് ചെയ്ത് ശരിയാണോന്നും കൂടെ പരിശോധിക്കാം. ആരായിരുന്നു? സി റൈറ്റ് മിൽസ് ആണ് ആര് നമ്മുടെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഈ ഒരു തിയറി വാദിച്ചിട്ടുള്ളത്. അടുത്തൊരു ചോദ്യം, ഗിവ് ആൻ എക്സാമ്പിൾ ഫോർ ദ റിലേഷൻ ബിറ്റ്വീൻ പേഴ്സണൽ പ്രോബ്ലം ആൻഡ് പബ്ലിക് ഇഷ്യൂ. അതായത് വ്യക്തിപരമായിട്ടുള്ള പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഉദാഹരണം നൽകുക എന്നുള്ളത്. ഇത് കുറച്ചൊരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലെ. കാരണം ഇവിടെ എന്താ തന്നിട്ടുള്ളത്, ഒരു കൺസെപ്റ്റ് തന്നു, എന്നിട്ട് അതിന്റെ ഒരു ഉദാഹരണമാണ് ചോദിച്ചിട്ടുള്ളത്. ആ കൺസെപ്റ്റ് ഏതാണെന്നും പറഞ്ഞിട്ടില്ല, മറ്റു കാര്യങ്ങളൊന്നും തന്നിട്ടില്ല. ഇവിടെ തന്നിട്ടുള്ള ഹിന്റ് എന്താണ്, ഒരു കൺസെപ്റ്റ് കൃത്യമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള പ്രശ്നവും പൊതുപ്രശ്നവും തമ്മിലുള്ള ബന്ധത്തിന് ഒരു ഉദാഹരണം എഴുതുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നിങ്ങൾ ആലോചിക്കുക, എന്തായിരുന്നു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ പൊതുപ്രശ്നങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു തിയറി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുള്ള സി റൈറ്റ് മിൽസ് പറഞ്ഞിട്ടുള്ള സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അല്ലെങ്കിൽ സമൂഹശാസ്ത്രപരമായ ഭാവന എന്ന് പറയുന്ന തിയറിയിൽ നമ്മൾ ഇതാണ് പഠിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ ഇതിന്റെ ഒരു ഉദാഹരണം പഠിച്ചു വെക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ഉദാഹരണം ഉണ്ട്. ഏതാണ്? ഇന്ദിരാ ആവാസ് യോജന. ഓക്കെ, ഇന്ദിരാ ആവാസ് യോജന നമുക്ക് സോഷ്യോളജിക്കൽ ഇമാജിനേഷന്റെ ഒരു ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യൽ ഫിസിക്സ്? സോഷ്യൽ ഫിസിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള അതിന്റെ പിതാവ് ആരാണെന്നുള്ളത് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. അതായത് ഫാദർ ഓഫ് സോഷ്യോളജി ആരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലെ. ആരാണ്? ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ, ആരാ ഫാദർ ഓഫ് സോഷ്യോളജി? ഇനിയും അറിയാത്ത +1 വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ മനസ്സിലാക്കി വെക്കുക, ഫാദർ ഓഫ് സോഷ്യോളജി ആരായിരുന്നു? അഗസ്റ്റ് കോംറ്റെ ആയിരുന്നു അല്ലെ. ഓക്കെ, അങ്ങനെയെങ്കിൽ സോഷ്യൽ ഫിസിക്സ് അതിന്റെ പിതാവ് ആരാണ്, അല്ലെങ്കിൽ ഹു ഈസ് ദ ഫാദർ ഓഫ് സോഷ്യൽ ഫിസിക്സ് എന്ന് ചോദിച്ചാൽ എന്താ, ആരായിരുന്നു സോഷ്യൽ ഫിസിക്സ് എന്നൊക്കെ വിളിച്ചിരുന്നത്, അല്ലെങ്കിൽ എന്തിനെയായിരുന്നു സോഷ്യൽ ഫിസിക്സ് ഒക്കെ എന്ന് വിളിച്ചിരുന്നതെന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. യെസ്, ആരാണ്? സോഷ്യൽ ഫിസിക്സിന്റെ ഫാദറും ആര് തന്നെയാണ്? അഗസ്റ്റ് കോംറ്റെ തന്നെയാണ്. ഒന്നുമില്ലടാ, സോഷ്യോളജി എന്ന് അദ്ദേഹം നമ്മളുടെ സബ്ജക്റ്റിന് ടേം കോയിൻ ചെയ്തതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു അല്ലെ. നമ്മളുടെ ഈ ഒരു സബ്ജക്റ്റിന്റെ പദമായിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നത് സോഷ്യൽ ഫിസിക്സ് എന്നായിരുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം എന്തായിരിക്കാം? നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സയന്റിഫിക് ആൻഡ് സിസ്റ്റമാറ്റിക് സ്റ്റഡി അബൌട്ട് സൊസൈറ്റി ആണ് എന്തെന്ന് പറയുന്നത്, സോഷ്യോളജി എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഹു ഇൻട്രൊഡ്യൂസ് ദ തിയറി ഓഫ് സോഷ്യൽ ഡാർവനിസം? സോഷ്യൽ ഡാർവനിസം എന്ന് പറയുന്ന തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ് എന്നുള്ള ചോദ്യവും നമുക്ക് വൺ വേർഡ് ആയിട്ട് വളരെയധികം കാണാം. ഓണപരീക്ഷയ്ക്കൊക്കെ പ്രത്യേകിച്ചും കാണാവുന്ന ഒരു ചോദ്യമാണ്. ആരായിരുന്നു? ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ, ആരായിരുന്നു? മൂന്നാമത്തെ ആൻസർ 3 എന്ന് പറഞ്ഞിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്ത് നോക്കൂ, ആരായിരുന്നു മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ സോഷ്യൽ ഡാർവനിസത്തിന്റെ എന്ന് പറയുന്ന സിദ്ധാന്തം അത് അവതരിപ്പിച്ചത് ആരാണെന്നുള്ളത്? അത് ഹെർബർട്ട് സ്പെൻസർ ആണ്. മറന്നു പോരുത്, ഹെർബർട്ട് സ്പെൻസർ ആണ് ഈ ഒരു കാര്യം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ നമുക്ക് എന്ത് വരാനുള്ള ചാൻസ് ഉണ്ട്? essay ക്വസ്റ്റ്യൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിന്റെ ചുവട് പിടിച്ച് നിങ്ങൾ എന്തെന്ന് നോക്കണം, essay ടോപ്പിക്കിന് വേണ്ടിയിട്ടും ഈ പോർഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്യണം. എനിവേസ്, ഈ ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ അല്ലെങ്കിൽ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ രീതിയിലാണ്. അടുത്തത്, എ യൂറോപ്യൻ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഓഫ് ദി ലേറ്റ് 17th and 18th centuries. 17ഉം 18ഉം നൂറ്റാണ്ടുകളുടെ അവസാനത്തിലെ ഒരു യൂറോപ്യൻ ഭൗതിക പ്രസ്ഥാനത്തിന്റെ പേര് എന്തായിരുന്നു? ആ ഒരു യൂറോപ്യൻ ഭൗതിക പ്രസ്ഥാനത്തിന്റെ പേര് എന്തായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. ആ ഒരു പ്രസ്ഥാനത്തിന്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. യെസ്, ജ്ഞാനോദയാണ് അല്ലെ. യെസ്, ജ്ഞാനോദയാണ്, എൻലൈറ്റൻമെന്റ് ആണ്. അതുപോലെ ഇത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ബിഗിൻ ഇൻ വിച്ച് കൺട്രി? ഏത് നഗരത്തിലാണ് എന്ത് തുടങ്ങിയിട്ടുള്ളത്? വ്യാവസായിക വിപ്ലവം അഥവാ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത് എവിടെയാണെന്നുള്ളതാണ്. അത് ഇംഗ്ലണ്ടിലാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. ഓക്കെ, ആ സെഞ്ചുറി, ആ ഒരു ടൈം പീരീഡ് കൂടെ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഓണം എക്സാമിന് നമുക്ക് ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ,
ഹു അഡ്വക്കേറ്റഡ് ദ വ്യൂ ദാറ്റ് ഫാക്ടറീസ് ആർ വെർച്വലി പ്രിസൺസ്. ഫാക്ടറികൾ ഫലത്തിൽ ജയിലുകളാണെന്ന കാഴ്ചപ്പാട് വാദിച്ചത് ആരാണ് എന്നുള്ളത്. യെസ്, ഫാക്ടറികൾ ജയിലുകളെ പോലെയാണ് എന്ന് വാദിച്ചത് ആരാണ് എന്നുള്ള ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കാൾ മാക്സ് ആണ് അത്തരമൊരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അടുത്തത് ദ സ്റ്റഡി ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് കോൾഡ്. വസ്തുക്കളുടെ അഥവാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തെയും വിതരണത്തിനെയും വിളിക്കുന്ന പേരെന്ത്? ഇത് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സോഷ്യോളജി ആൻഡ് അതർ സോഷ്യൽ സയൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാർട്ടിൽ നിന്ന് വന്നിട്ടുള്ള വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണിത്. ഇത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഇതൊക്കെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലെ, പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഗുഡ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാം അത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? സാമ്പത്തിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഏരിയയിൽ നിന്ന് കൃത്യമായിട്ട് വൺ വേർഡ് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഈ രീതിയിൽ പല വർഷങ്ങളായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ഒക്കെ ഡെഫിനിഷൻ, അതേപോലെ ഹിസ്റ്ററിയുടെ ഡെഫിനിഷൻ ഒക്കെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. ഹു സ്റ്റഡീഡ് സൂയിസൈഡ് യൂസിങ് സയന്റിഫിക് മെത്തേഡ്. യെസ്, ആത്മഹത്യയെ ശാസ്ത്രീയ രീതി ഉപയോഗിച്ച് പഠിച്ചതാരാ? അത് എമിലി ദുർഖെയിമാണ്. എമിൽ ദുർഖെയിം എന്ന് പറയും, ദുർഖെയിം എന്നൊക്കെ നമ്മൾ പറയുന്ന അദ്ദേഹമാണ് ഈ ഒരു സൂയിസൈഡ് തിയറിയെ കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ദ യൂറോപ്യൻ ഇന്റലക്ച്വൽ മൂവ്മെന്റ് ഇൻ വിച്ച് ഗേവ് ഇമ്പോർട്ടൻസ് ടു റാഷണലിസം. യുക്തിവാദത്തിന് പ്രാധാന്യം നൽകിയ യൂറോപ്യൻ ബൗദ്ധിക പ്രസ്ഥാനം അതേതായിരുന്നു? അതും ജ്ഞാനോദയാണ് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ഫസ്റ്റ് പാർട്ടിൽ നിന്ന് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുപോലെ തിയറി ഓഫ് എവല്യൂഷൻ മുന്നോട്ട് വെച്ചത് ആരായിരുന്നു? പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ചാൾസ് ഡാർവിനാണ് പരിണാമ സിദ്ധാന്തം മുന്നോട്ട് വെച്ചത്. ആൻഡ് വിച്ച് റെവല്യൂഷൻ ഈസ് ഫേമസ് ഫോർ ദി സ്ലോഗൻ ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നീ ഒരു കാര്യം, ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചത്, ഈ മുദ്രാവാക്യങ്ങൾക്ക് പേരുകേട്ട വിപ്ലവം ഏതാണെന്നുള്ളതാണ്? അത് ഫ്രഞ്ച് വിപ്ലവമാണ് അല്ലെ. യെസ്, ദാറ്റ് ഇസ് ഫ്രഞ്ച് റെവല്യൂഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്ന് വരുന്ന, നമ്മൾ പറഞ്ഞു മറ്റ് സോഷ്യൽ സയൻസുമായിട്ടുള്ള ബന്ധത്തെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ആ ഭാഗത്ത് നിന്ന് ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, പാശ്ചാത്യേതര സംസ്കാരങ്ങളുടെ ലളിതമായ സമൂഹങ്ങളെ കുറിച്ചുള്ള പഠനത്തെ വിളിക്കുന്നത് ഏത് പേരിലാണ്? ദ സ്റ്റഡി ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് ഫ്രം നോൺ വെസ്റ്റേൺ കൾച്ചേഴ്സ്. ദ സ്റ്റഡി ഓഫ് സിമ്പിൾ സൊസൈറ്റീസ് ഫ്രം നോൺ വെസ്റ്റേൺ കൾച്ചേഴ്സ്. ഇതിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? അത് ആന്ത്രപ്പോളജിയാണ്, അല്ലെങ്കിൽ സോഷ്യൽ ആന്ത്രപ്പോളജി അഥവാ സാമൂഹിക നരവംശ ശാസ്ത്രമാണ്. ഈ സാമൂഹിക നരവംശ ശാസ്ത്രം എന്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്? സിമ്പിൾ സൊസൈറ്റിയെ കുറിച്ചാണ്. ഇത് PYQ ആണ്. ഇതൊക്കെ മുമ്പ് ചോദിച്ചിട്ടുള്ള വൺ വേർഡുകളാണ്. ഓക്കെ, അപ്പൊ സ്പെസിഫിക് ആയിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന, ഒന്നാമത്തെ +1 സോഷ്യോളജിയിലെ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇതുപോലെ മറ്റ് ചാപ്റ്ററുകളുടെയൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈവുകളും അതേപോലെ താഴെ കമൻറ്റ് ചെയ്യുക. ഇതേപോലത്തെ വൺ വേർഡ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോസ് വേണമെങ്കിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്താണ് ഇതിപ്പോൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് മാത്രമേ ആയിട്ടുള്ളൂ. ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പല ക്വസ്റ്റ്യൻസും മറ്റ് കാര്യങ്ങളും essay ക്വസ്റ്റ്യൻസും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എവിടെ നിന്നായിരിക്കും? നമ്മൾ ലൈവിലായിരിക്കും. അപ്പോൾ ലൈവിലൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ജോയിൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു.